നമുക്ക് ആദ്യം ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ 1.5 കിലോ നെയ്മീനാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതിലേക്ക് മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്. ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് പുരട്ടിയെടുക്കാം. അപ്പൊ നമ്മള് ഫിഷിൽ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് ഇനി ഒന്ന് അരമണിക്കൂർ മസാല പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വെച്ചേക്കാം. ആ സമയത്ത് നമുക്ക് റൈസ് ശരിയാക്കി എടുക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ 2.5 കിലോ ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്. അത് കഴുകി 20 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് ആദ്യം നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിയിട്ട് വറുത്തെടുക്കാം. അരി നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലൊരു ചെറിയ മണം വന്നു തുടങ്ങുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കുന്നതിനായിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള നിരക്കില് വെള്ളം വെക്കുക. ഇപ്പൊ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിരുന്ന അരി ഇടാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് മസാല പെരട്ടി വെച്ചിരുന്ന മീൻ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ 2.5 കിലോ അരിയായിരുന്നു എടുത്തിരുന്നത്. അതിന് വേണ്ടിയിട്ട് 1.5 കിലോ സവാള എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ 3 തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു ക്യാപ്സിക്കം അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ വീതം ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി അതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുവിധം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക് ഇവയെല്ലാം കൂടി അരച്ചത് ചേർത്ത് ഇളക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം.
തക്കാളി ഉടഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ച മണം ഒന്ന് മാറുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടിയിട്ട് ഇളക്കിയെടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ബിരിയാണി മസാലയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കാം. മസാല മീനിന്റെ മുകളിലേക്കൊക്കെ ഒന്ന് നമുക്ക് ആക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം ഒന്ന് ആവി കയറാനായിട്ട് വെക്കാം. ഇത് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലെ മീനൊക്കെ ഒന്ന് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ദം ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. നമ്മൾ നേരത്തെ അരി വേവിക്കാൻ ഉപയോഗിച്ച പാത്രം തന്നെയാണ് ദം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ചോറൊക്കെ മാറ്റിയിട്ടുണ്ട്. പാത്രം അടുപ്പിൽ വെച്ച ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. ഇനി നമുക്ക് ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഒരു ലെയർ ചോറ് ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉള്ളി വിതറി കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇവയെല്ലാം വറുത്തത് ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു ലെയർ ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല ഇവിടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു ലെയർ ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. ഇനി കുറച്ച് പൈനാപ്പിൾ എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതിന് മുകളിൽ ഒന്ന് തൂവി കൊടുക്കാം. കുറച്ച് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മുമ്പ് ചേർത്ത ചേരുവകളെല്ലാം ബാക്കിയുള്ളത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫിഷ് ഇതിന് മുകളിലേക്ക് നിരത്തി കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ച് 20 മിനിറ്റ് ദം ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പൊ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് സെർവ് ചെയ്യാം.